അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് സമൂസ അല്ലെങ്കിൽ റോൾ ഷീറ്റ് എങ്ങനെ വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ നോക്കാം. 3 കപ്പ് മൈദമാവാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇത് കുഴച്ചെടുക്കാൻ ആവശ്യമുള്ള അത്ര വെള്ളം, പിന്നെ 1/2 ടീസ്പൂൺ ഉപ്പ്, 1 ടേബിൾ സ്പൂൺ എണ്ണ. ഇത്രയും സാധനങ്ങളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് മൈദമാവിനെ കുഴച്ചെടുക്കാം. നമുക്ക് ഉപ്പ് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നന്നായി മാവിനെ കുഴച്ചെടുക്കണം. നമുക്ക് വളരെ അയഞ്ഞ ഒരു ഡഫല്ല വേണ്ടത്, കുറച്ച് ടൈറ്റായിട്ടുള്ള ഡഫാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് വെള്ളം ചേർത്ത് കുഴക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് കുഴച്ചെടുത്താൽ മതി. അതിനുശേഷം നമുക്കിതിനെ നന്നായി ഒന്ന് ഉരുട്ടി വെക്കാം. ആവശ്യമുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ ആ കുഴച്ച മാവിനെ അങ്ങനെ തന്നെ മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഉരുളകളാക്കി പരത്തിയെടുക്കാവുന്നതാണ്. അതല്ല അങ്ങനെ തന്നെ ഉരുളകളാക്കുകയാണെങ്കിലും കുഴപ്പമില്ല. മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് അല്പം മൈദമാവ് തൂവിയ സർഫസിലിട്ട് നീളത്തിലൊന്ന് ഉരുട്ടിയെടുക്കാം. എന്തിനാണെന്ന് വെച്ചാൽ ഇതിന് നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട്, ഒരേ വലുപ്പത്തിലുള്ള കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ് ഉരുട്ടിയെടുക്കുന്നത്. ഇങ്ങനെ ചെയ്യണമെന്നില്ല, അല്ലാണ്ട് തന്നെ ഒരേ വലുപ്പത്തിലുള്ള കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്താലും മതി. അതിനുശേഷം നമുക്ക് ഇതിനെ ഉരുളകളാക്കി ഉരുട്ടി മാറ്റി വെക്കാം. എല്ലാ പീസസും നമുക്ക് ഇതുപോലെ ഉരുളകളാക്കി മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് സർഫസിൽ കുറച്ച് മൈദമാവ് തൂവിയിട്ട് ഓരോ ഉരുളകളായിട്ട് പത്തിരി പരത്തുന്ന അതേപോലെ പരത്തിയെടുക്കാം. എല്ലാ പീസും നമ്മൾ ഉരുളകളാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഓരോന്നായിട്ട് എടുത്ത് പത്തിരി പരത്തുന്ന പോലെ പരത്തിയെടുക്കാം. ഏകദേശം പകുതി ഒരു 4-5 പത്തിരി പരത്തിയതിന് ശേഷം നമുക്കിതിനെ അട്ടി വെച്ച് വീണ്ടും പരത്തിയെടുക്കേണ്ടതാണ്. ഒരുപാട് വട്ടത്തിൽ ആദ്യം പരത്തേണ്ടതില്ല, കുറച്ച് കട്ടിയായിട്ട് പരത്തിയെടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ പകുതി ഉരുളകളും പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് അട്ടി വെക്കണം. അതിനായിട്ട് ആദ്യം ഒരു പത്തിരി എടുത്തിട്ട് അതിൻ്റെ മുകളിൽ അല്പം എണ്ണ തൂവി നന്നായി മിനുക്കിയെടുക്കുക. അതിൻ്റെ മുകളിൽ അടുത്ത പത്തിരി വെക്കുക. അതിൻ്റെ മുകളിലും നന്നായി എണ്ണ തൂവി മിനുക്കിയെടുക്കുക. അങ്ങനെ നമ്മൾ എത്ര പത്തിരിയാണോ എടുക്കുന്നത് അതിൽ അവസാനം വെക്കുന്നത് ഒഴിച്ച് ബാക്കി എല്ലാത്തിൻ്റെ മുകളിലും എണ്ണ തൂവിയിട്ട് അട്ടി വെച്ചിട്ട് എടുക്കണം. നന്നായി എണ്ണ തൂവണം, അല്ലെങ്കിൽ നമ്മളിത് ചുട്ടെടുക്കുമ്പോൾ നമുക്ക് ഓരോന്ന് വേറാക്കി എടുക്കാൻ പ്രയാസമായിരിക്കും. ഞാനിവിടെ 4 പത്തിരി അട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇതിന് നമുക്ക് മൈദമാവ് 2 വശത്തും മൈദമാവ് പുരട്ടിയിട്ട് കുറച്ച് വലുപ്പത്തിൽ പരത്തിയെടുക്കാം. അതേ സമയത്ത് തന്നെ നമുക്ക് പത്തിരി ചുട്ടെടുക്കാനുള്ള കല്ല് ചൂടാക്കി വെക്കുകയും ചെയ്യണം. പരത്തിയ ഉടൻ തന്നെ നമുക്ക് കല്ലിലേക്കിട്ട് 2 ഭാഗം വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് ചൂടായി കഴിഞ്ഞാൽ മതി. വെന്ത് നമ്മൾ പത്തിരി പൊള്ളിക്കുന്ന പോലെ പൊള്ളിച്ചെടുക്കേണ്ട ആവശ്യമില്ല.
പത്തിരി ഇപ്പം ഞാൻ അത്യാവശ്യം നല്ല വട്ടത്തിൽ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ചൂടായ കല്ലിലേക്കിട്ട് രണ്ട് വശവും ഒന്ന് ചൂടാക്കി എടുക്കാം. നമ്മൾ സാധാരണ പത്തിരി ചുടുന്ന പോലെ പൊള്ളിച്ചെടുക്കേണ്ട ആവശ്യമില്ല. എല്ലാ വശത്തും ഫ്ലെയിം തട്ടത്തക്ക വിധത്തിൽ നീക്കി എല്ലാ വശത്തും ഒന്ന് ആക്കി കൊടുക്കുക. എന്നിട്ട് അപ്പോഴേക്കും നമ്മുടെ അട്ടി വെച്ച പത്തിരി ഏകദേശം എല്ലാം വിട്ട് വന്നിട്ടുണ്ടാവും. നമുക്ക് സുഖമായിട്ട് അതിനെ വെവ്വേറെ ആക്കി അടർത്തിയെടുക്കാൻ പറ്റും. ഇപ്പം എല്ലാ വശവും തിരിച്ച് വേവിച്ചെടുക്കുകയാണ്. അത് പക്ഷേ നമ്മൾ പത്തിരി ചുടുന്ന പോലെ അത്രയ്ക്ക് അങ്ങ് വേവിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ എടുത്ത് വേറെ ആക്കിയെടുക്കാം. നമ്മൾ ചൂടാക്കിയെടുത്ത പത്തിരി നന്നായി വശത്തുനിന്നൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് ഓരോന്നായിട്ട് ഞാൻ അടർത്തിയെടുക്കുകയാണ്. ഇത് നന്നായി തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് ചൂട് തട്ടിച്ചതുകൊണ്ട് വേഗം ഓരോന്നായിട്ട് അടർത്തിയെടുക്കാൻ പറ്റുന്നുണ്ട്. 4 എളുപ്പത്തിൽ തന്നെ അടർത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് നമ്മുടെ സമൂസ ഷീറ്റാക്കി അല്ലെങ്കിൽ റോൾ ഷീറ്റാക്കി മാറ്റണതെന്ന് നോക്കാം. നമുക്കിനി അടർത്തി വെച്ച 4 പത്തിരികളും എടുത്ത് ഒന്നിച്ച് അട്ടി വെക്കാം. ഇനി ഇതിനെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ സമൂസേൻ്റെ ഷീറ്റാക്കിയിട്ടും റോൾ ഷീറ്റാക്കിയിട്ടും കട്ട് ചെയ്തെടുക്കാം. ഞാനിതിനെ നടുവിൽ കട്ട് ചെയ്തിട്ട് രണ്ടെണ്ണമാക്കി മാറ്റി, ഒരു പത്തിരി 2 എണ്ണമായിട്ട് വരുന്ന രൂപത്തിൽ മാറ്റി. അതൊരു ഭാഗം നമുക്ക് റോൾ ഷീറ്റാക്കി മാറ്റിയെടുത്ത് ഇതിൻ്റെ സൈഡും കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള സൈഡിനെ നമുക്ക് നടുവിൽ കട്ട് ചെയ്തിട്ട് സമൂസ ഷീറ്റാക്കി മാറ്റാം. ഈ ഷീറ്റ് നമുക്ക് എത്ര ദിവസം വേണേലും ഫ്രിഡ്ജിൽ നമുക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ പെട്ടെന്ന് തന്നെ സമൂസ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സമൂസയുടെ ഫില്ലിങ് തയ്യാറാക്കി എടുത്താൽ മതി. ഷീറ്റ് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്ത് പെട്ടെന്ന് തന്നെ മൈദമാവ് കൊണ്ട് പശ ഉണ്ടാക്കി ഒട്ടിച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ സമൂസ ഉണ്ടാക്കിയെടുത്താം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവരും ഷീറ്റ്സ് വീട്ടിൽ തയ്യാറാക്കി നോക്കാൻ ശ്രമിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.